ഗുജറാത്തിൽ നർമ്മദാ നദിയുടെ തീരത്ത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാവുന്ന ഒരിടത്ത് നിൽക്കുകയാണ് ഞാൻ. പടുകൂറ്റനായ ആ പ്രതിമയും കണ്ട് വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന ഉദ്യാനത്തിൽ നിൽക്കുന്നു. അത്ഭുത സ്തബ്ധനായുള്ള നിൽപ്പ്. നർമ്മദാ നദിയിലെ ഒരു പാറക്കെട്ട്, അതിനു മുകളിലാണ് പ്രതിമ നിൽക്കുന്നത്. 60 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ നർമ്മദയിലെ അണക്കെട്ടിലേക്ക് കണ്ണും നട്ട് ഉയർന്നു നിൽക്കുകയാണ് പട്ടേൽ എന്ന മഹാമേരു. മനോഹരമായ ഒരു പ്രദേശം, ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരിടം തന്നെയാണിത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് നരേന്ദ്രമോദിയാണ് ഇങ്ങനെയൊരു പ്രതിമ ഇവിടെ നിർമ്മിക്കാമെന്ന നിർദ്ദേശം വെച്ചത്. ഗോത്രവർഗക്കാർ കൂടുതലായുള്ള നർമ്മദാ ജില്ലയെ പൊതുധാരയിലേക്ക് കൊണ്ടുവരികയായിരുന്നു ലക്ഷ്യം. സർദാർ സരോവർ എന്ന കൂറ്റൻ ഡാമാണ് മുകളിൽ. ഡാം വന്നതോടെ നർമ്മദയുടെ ഈ ഭാഗത്ത് വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അടിത്തട്ടിലെ പാറക്കെട്ടുകളെല്ലാം തെളിഞ്ഞു കാണാം. വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന ഉദ്യാനത്തിന്റെ ഒരറ്റത്താണ് ഞാൻ. അവിടെ ഇങ്ങനെയുള്ള ഒരു വ്യൂയിംഗ് പ്ലാറ്റ്ഫോമും ഒരു സെൽഫി പോയിന്റും ഒക്കെയുണ്ട്. അവിടെ നിന്ന് പലരും ഫോട്ടോ എടുക്കുന്നു. ഞാൻ അവിടെ നിന്ന് തിരികെ നടന്നു. ഇനി പ്രതിമയുടെ ചുവട്ടിലേക്ക് പോകണം. പിങ്ക് ഇലക്ട്രിക് ഓട്ടോയുമായി രൂപൽ എന്ന ഡ്രൈവർ ഇവിടെ കാത്തിരിപ്പുണ്ട്. ഇവളാണ് ഇന്ന് രാവിലെ മുതൽ എന്നെ പല കാഴ്ചകളിലേക്ക് കൊണ്ടുപോകുന്നത്. തനിക്ക് മാത്രമേ ഈ ഡോറ് തുറക്കാനാവൂ എന്ന ചിന്തയുള്ളതുപോലെയാണ്. പുതിയതാണ് വണ്ടി, നമ്മൾ വലിച്ചു തുറന്ന് നശിപ്പിക്കരുതല്ലോ. വളരെ ശ്രദ്ധയോടെയാണ് രൂപൽ തന്റെ ഓട്ടോ കൊണ്ടു നടക്കുന്നത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി പരിപാലിക്കുന്നതും ഈ പ്രദേശത്തെ ടൂറിസം ആക്ടിവിറ്റികൾ നിയന്ത്രിക്കുന്നതും സർദാർ വല്ലഭായ് പട്ടേൽ രാഷ്ട്രീയ ഏക്താ ട്രസ്റ്റാണ്. അവരുടെ ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ഇടമാണിത്. ടൂറിസ്റ്റുകൾ കൊണ്ടുവരുന്ന വാഹനങ്ങൾ ഇവിടെ അനുവദിക്കില്ല. ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിൽ ഷട്ടിൽ സർവീസിന് മാത്രം ഇവിടെ 40 ബസ്സുകളുണ്ട്. ഇതിവിടുത്തെ ജംഗിൾ സഫാരി എന്ന ടൂറിസം ആക്ടിവിറ്റിയിലേക്കുള്ള കവാടമാണ്. ഒരു സുവോളജിക്കൽ പാർക്കാണത്. ജംഗിൾ സഫാരി, വാലി ഓഫ് ഫ്ലവേഴ്സ്, ടെന്റ് സിറ്റി, നർമ്മദ ക്രൂസ് എന്നിങ്ങനെ ടൂറിസ്റ്റുകൾക്കായി നിരവധി സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. എന്നാൽ ഇങ്ങനെയൊരു ഭാഗവും ഇവിടെ കാണാം. ദരിദ്രമായ കാഴ്ചകളുടെ ഗ്രാമം. സ്റ്റാച്യു വരുന്നതിനു മുൻപ് കവടിയ എന്ന ഈ ഗ്രാമം മുഴുവൻ അങ്ങനെയായിരുന്നു. ഞങ്ങളിപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ഏറ്റവും അടുത്തുള്ള പാർക്കിങ്ങിലേക്ക് എത്തിയിരിക്കുന്നു. നിരവധി ബസ്സുകൾ പാർക്കിങ്ങിലുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന ഒരിടമാണ്. പ്രതിമയ്ക്കടുത്തേക്കുള്ള മെയിൻ എൻട്രൻസിലേക്കാണ് എത്തുന്നത്. പല ടൈം സ്ലോട്ടുകളിലായി പ്രതിമ സന്ദർശിക്കാനുള്ളവരെ പുറത്തുള്ള പാർക്കിങ്ങിൽ നിന്നും ഇവരുടെ ഷട്ടിൽ ബസ്സുകളിലാണ് ഇവിടേക്ക് എത്തിക്കുന്നത്. സ്വകാര്യ വാഹനങ്ങൾ ഇവിടെ നിന്നും ഏതാണ്ട് 6 കിലോമീറ്റർ അകലെയുള്ള ഒരിടത്ത് വേണം പാർക്ക് ചെയ്യാൻ. അവിടെ നിന്നും ഇങ്ങോട്ട് ഇവിടുത്തെ ട്രസ്റ്റിന്റെ ഷട്ടിൽ ബസ്സുകളിൽ വേണം വരാൻ. ഈ വേലിക്കെട്ടുകളൊക്കെ കാണുമ്പോൾ അറിയാം ഇവിടെ വരുന്ന ആളുകളുടെ ബാഹുല്യം. നേരം 9:30 ആയിട്ടേ ഉള്ളൂ. 10 മണിയുടെ സ്ലോട്ടിൽ പ്രതിമയിലേക്ക് പോകാനുള്ള ടിക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ധാരാളം പിങ്ക് ഓട്ടോറിക്ഷകൾ നിരന്നുകിടക്കുന്നു. ഗ്രാമത്തിലെ ഗോത്രവർഗക്കാരാണ് കച്ചവടക്കാരും ഡ്രൈവർമാരുമെല്ലാം. 9:30 കഴിഞ്ഞപ്പോഴേക്കും 10 മണിയുടെ സ്ലോട്ടിലേക്കുള്ളവർ ക്യൂവിൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞു. ഞാനും അവിടേക്ക് ചെന്നു. ഞാൻ എടുത്തിരിക്കുന്നത് എക്സ്പ്രസ് എൻട്രി ടിക്കറ്റാണ്. ഓൺലൈൻ വഴി എക്സ്പ്രസ് എൻട്രി ടിക്കറ്റ് എടുക്കുമ്പോൾ 1000 രൂപയാണ് ചാർജ്. എക്സ്പ്രസ് എൻട്രി ടിക്കറ്റുള്ളവർക്ക് സെക്യൂരിറ്റി പരിശോധനയ്ക്കും മറ്റുമായി വലിയ ക്യൂവിൽ കാത്തു നിൽക്കേണ്ടതില്ല. ഈ വലതുവശത്ത് നിൽക്കുന്നവർ സാധാരണ ടിക്കറ്റുകാരാണ്. എക്സ്പ്രസ് എൻട്രിക്കാർക്ക് വളഞ്ഞു പുളഞ്ഞുള്ള ഈ ക്യൂവിലൊന്നും നിൽക്കാതെ നേരെ കയറിപ്പോകാം. അങ്ങനെ ചെല്ലുമ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കുണ്ട്. ആളുകളെ ഒരു മെറ്റൽ ഡിറ്റക്ടറിലൂടെ കടത്തിവിടും. പരിശോധനകളെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നത് വലിയൊരു നടപ്പന്തലിലേക്കാണ്. എല്ലാം വളരെ മനോഹരമായി ഒരുക്കി വച്ചിരിക്കുന്നു. 10 മണിയാകുമ്പോഴേക്കും തന്നെ വൻ ജനത്തിരക്ക് തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ നിന്നും 1 കിലോമീറ്ററിലേറെ നടക്കണം സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ചുവട്ടിലേക്ക്. ഭീമാകാരമുള്ള ആ സ്റ്റാച്യു അങ്ങ് ദൂരെ കാണാം. അതിന്റെ സമീപത്ത് വരെ ഈ നടപ്പന്തലുണ്ട്. നല്ല അടിസ്ഥാന സൗകര്യങ്ങൾ, ആധുനികമായ സംവിധാനങ്ങൾ, ആവശ്യത്തിലേറെ സ്ഥല സൗകര്യങ്ങൾ എന്നിവയെല്ലാം ഇവിടെയുണ്ട്. ഇന്ത്യയിലെ മറ്റു നിരവധി പ്രദേശങ്ങളിൽ സഞ്ചരിച്ചപ്പോഴൊന്നും ഇത്രയും ശാസ്ത്രീയമായി ഒരുക്കിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഞാൻ കണ്ടിരുന്നില്ല. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇന്ത്യയുടെ ഒരു അഭിമാന സ്തംഭം തന്നെയാണ്. ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന് ഗ്രാനൈറ്റിൽ എഴുതിവെച്ച ഒരിടം.
താജ്മഹലിന്റെ പരിസരത്തേക്കാൾ ഭംഗിയായി ഇവിടം സജ്ജീകരിച്ചിട്ടുണ്ട്. പുതിയ കാലത്തെ നിർമ്മിതിയാണെന്നതാവാം അതിനൊരു കാരണം. ആധുനിക ഡിസൈൻ അനുസരിച്ച് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരുക്കിയെടുത്തതാണല്ലോ. ജനസാന്ദ്രതയേറിയ ഒരു പട്ടണമായിരുന്നില്ല ഇവിടം എന്ന സൗകര്യവും ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് പ്രതിമ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബമായി വരുന്നവരും സമീപ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമെല്ലാമുണ്ട്. വിദേശികൾ കൂടുതലായി വന്നു തുടങ്ങിയിട്ടില്ല. ഇവിടെ ഒരു റേഡിയോ പ്രക്ഷേപണമുണ്ട്. അതിൽ ചില വിദേശികളുടെ സാക്ഷ്യങ്ങളും കേട്ടിരുന്നു. ഈ വിധത്തിലുള്ള ഒരു അത്ഭുതം ഇന്ത്യയിൽ ഉണ്ടെന്നത് തങ്ങൾക്ക് അജ്ഞാതമായിരുന്നെന്നാണ് അതിൽ പലരും പറഞ്ഞു കേട്ടത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ പരസ്യങ്ങളും പ്രചാരണവും ലോകരാജ്യങ്ങളിലേക്ക് അധികമായി എത്തിയിട്ടില്ലെന്ന് തന്നെ വേണം കരുതാൻ. നടന്ന് ഞാൻ നർമ്മദയുടെ തീരത്തേക്കെത്തി. വിശാലമായ നദി, നല്ല വെള്ളമുണ്ട്. ഡാമിൽ തടഞ്ഞു നിർത്തി വൈദ്യുതി ഉൽപാദനത്തിന് ഉപയോഗിച്ച ശേഷമുള്ള വെള്ളമാണ് ഇങ്ങോട്ട് ഒഴുകി വരുന്നത്. നദിയുടെ മധ്യത്തിലുള്ള ചെറിയൊരു ദ്വീപിൽ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ അങ്ങനെ നിവർന്നു നിൽക്കുന്നു. പ്രതിമയ്ക്ക് ചുവട്ടിൽ വലിയൊരു കെട്ടിടമുണ്ട്. തീരത്ത് ഇവിടെ കുറെ ബെഞ്ചുകൾ നിരത്തിയിട്ടിട്ടുണ്ട്. രാത്രിയിൽ നടക്കുന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാണാനെത്തുന്നവർക്കുള്ള ഇരിപ്പിടങ്ങളാണിത്. പരിസരമൊന്നാകെ ഹരിതാഭമാക്കി വെച്ചിരിക്കുന്നു. കൃത്യമായി ലാൻഡ്സ്കേപ്പ് ചെയ്ത് ചെടികളും പൂമരങ്ങളും വെച്ചുപിടിപ്പിച്ച് നന്നായി പരിപാലിക്കുന്ന ഒരിടം. പട്ടേൽ പ്രതിമയാകട്ടെ ഒരു ലോകാത്ഭുതം തന്നെയാണ്. ഇത് നേരിൽ കാണാത്ത ധാരാളം ആളുകൾ കേരളത്തിലിരുന്ന് ഈ പ്രതിമയെ വിമർശിക്കുന്നത് കേൾക്കാറുണ്ട്. ശരിക്കും ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ പേരെടുക്കാൻ ഇത്തരം നിർമ്മിതികളും വേണം. ലോകത്തെ ഏറ്റവും വലിയ പ്രതിമയാണിത്, ഒരു ലോകാത്ഭുതം. ഇത്തരം കാഴ്ചകളാണ് ഇന്ത്യയുടെ പേരിൽ ലോകത്ത് പ്രചരിക്കേണ്ടത്. അല്ലാതെ മുംബൈയിലെ ചേരികളുടെ ദൃശ്യങ്ങളോ ഇന്ത്യൻ ഗ്രാമങ്ങളിലെ ദാരിദ്ര്യമോ അല്ല. ഇവിടെ വലിയൊരു പൗല്യനുണ്ട്. ഇതിനു മുകളിൽ വിശാലമായൊരു ഗാലറിയാണ്. പട്ടേലിന്റെ പ്രതിമയും പരിസര പ്രദേശങ്ങളുമെല്ലാം ചേർത്ത് ഒരു കഥ സൃഷ്ടിച്ചാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ ഒരുക്കിയിരിക്കുന്നത്. അല്പം അകലെ നിന്ന് നോക്കുമ്പോഴാണ് പ്രതിമയുടെ ഭീമാകാരത്വം മനസ്സിലാകുന്നത്. 60 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ പർവ്വതം പോലെ നിൽക്കുകയാണ് ഒരു മനുഷ്യരൂപം. അതൊരു അത്ഭുതം തന്നെയാണ്. ഇത്ര വലിപ്പത്തിൽ നിർമ്മിച്ചപ്പോഴും പട്ടേലിന്റെ മുഖഭാവത്തിലോ രൂപത്തിലോ ഒരു മാറ്റവുമില്ല. നെഞ്ചത്ത് കുറച്ച് പാടുകൾ കാണാം. അത് ഒരു വലിയ ജനാലയാണ്. അതിന് പിന്നിലാണ് ഒബ്സർവേഷൻ പൗലിയൻ. പട്ടേലിന്റെ ഉടുപ്പിന്റെ ഞൊറിവുകളും ധോത്തിയും ചെരുപ്പുമെല്ലാം സൂക്ഷ്മതയോടെ നിർമ്മിച്ചിരിക്കുന്നു. ഓടുപാളുകൾ കൊണ്ടാണ് ഇതിന്റെ പുറം കവചം നിർമ്മിച്ചിരിക്കുന്നത്. സൂക്ഷിച്ചു നോക്കിയാൽ പട്ടേലിന്റെ ചെരുപ്പിന് കീഴെ ഉറുമ്പരിക്കുന്നത് പോലെ ആളുകൾ നടന്നു നീങ്ങുന്നത് കാണാം. അതായത് പട്ടേൽ പ്രതിമയുടെ ചെരുപ്പിന്റെ ഉയരം പോലുമില്ല അതിനടുത്തു നിൽക്കുന്ന ആളുകൾക്ക്. അപ്പോൾ പ്രതിമയുടെ യഥാർത്ഥ വലിപ്പം ഒന്ന് സങ്കല്പിച്ചു നോക്കുക. പ്രതിസന്ധികളുണ്ടെന്ന് പറയുന്ന ഇന്ത്യ പോലൊരു രാജ്യത്ത് നിർമ്മിച്ചതാണിത്. അതങ്ങനെ ലോകത്തിനു മുൻപിൽ അഭിമാനത്തോടെ നെഞ്ചുവിരിച്ചു നിൽക്കുന്നു. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഒരു എഞ്ചിനീയറിംഗ് അത്ഭുതം തന്നെയാണ് പട്ടേൽ പ്രതിമ. മുഖഭാവം മുതൽ വിരലുകളും നഖങ്ങളും വരെ കൃത്യം. ഏതൊരു ഇന്ത്യക്കാരനും ഈ പ്രതിമയുടെ മുന്നിൽ ഇവിടെ വന്നിങ്ങനെ നിൽക്കുമ്പോൾ രോമാഞ്ചമുണ്ടാകും. ഇന്ത്യക്കാരനായതിൽ അഭിമാനവും തോന്നും. സർദാർ വല്ലഭായ് പട്ടേലിന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നർമ്മദാ നദിയിൽ ഒരു ഡാം നിർമ്മിക്കുക എന്നത്. അദ്ദേഹം അന്തരിച്ച് 10 വർഷത്തിനു ശേഷം 1961 അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് ഡാമിന് തറക്കല്ലിട്ടത്. സർദാർ പട്ടേലിന്റെ സ്മരണയ്ക്കായി ഡാമിന് സർദാർ സരോവർ എന്ന് പേരിടുകയും ചെയ്തു. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 2013 ഡാമിന് അഭിമുഖമായി നിൽക്കുന്ന വിധം പട്ടേലിന്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിക്കുന്നത്. ആ പ്രതിമ ഒരു ലോകാത്ഭുതമായിരിക്കണമെന്ന് അന്നേ തീരുമാനിച്ചിരുന്നു. പട്ടേലിന്റെ യഥാർത്ഥ രൂപമുള്ള പ്രതിമയായിരിക്കണം നിർമ്മിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഭരണകൂടത്തിന് വലിയ നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ലക്ഷണമൊത്ത ഒരു പ്രതിമ അഹമ്മദാബാദ് ഇന്റർനാഷണൽ എയർപോർട്ടിനു മുൻപിൽ നേരത്തെ സ്ഥാപിച്ചിരുന്നു. അതേ ഡിസൈനിൽ കൂടുതൽ വലിപ്പത്തിൽ ഇന്ത്യൻ ശില്പിയായ റാം വി സുതാർ ആണ് ഈ പ്രതിമ ഡിസൈൻ ചെയ്തത്. പട്ടേൽ പ്രതിമയുടെ ചുവട്ടിലേക്ക് പോകാൻ ഇങ്ങനെ ട്രാവലേറ്റർ സൗകര്യവുമുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ ദൂരെ ഒരു പാലം കാണാം. പട്ടേൽ പ്രതിമയുടെ പണി നടക്കുന്ന കാലത്ത് ദ്വീപിനെ കണക്ട് ചെയ്ത് നിർമ്മിച്ച പാലമാണ്. അതിലൂടെയാണ് നിർമ്മാണ സാമഗ്രികൾ എത്തിച്ചുകൊണ്ടിരുന്നത്. പ്രതിമയിലേക്ക് ആളുകൾക്ക് പോകാനുള്ള നടപ്പാത കാണുക.
വളരെ മനോഹരമായി തന്നെയാണ് അത് നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. ഇരുഭാഗത്തും വെയിലും മഴയും ഏൽക്കാതെ നടക്കാവുന്ന നീളൻ പന്തലുകൾ. ഇത്തരം നിർമ്മിതികൾ ദുബായിലും മറ്റും കാണുമ്പോൾ നമ്മൾ അഭിനന്ദിക്കും. ഇന്ത്യയിൽ ഇത്തരമൊരു സംവിധാനത്തെ നമ്മൾ അംഗീകരിക്കുകയോ അതിൽ അഭിമാനം കൊള്ളുകയോ ചെയ്യുന്നില്ല എന്നതിൽ വിഷമം തോന്നുന്നു. ഇത്തരം കാര്യങ്ങൾ ഒരുക്കാൻ ഇന്ത്യക്കാർക്കും കഴിയുമെന്നതിൽ അഭിമാനിക്കുന്നയാളാണ് ഞാൻ. ലോകത്തിനു മുന്നിൽ ഇന്ത്യ വച്ചിരിക്കുന്ന അത്ഭുതമാണിത്. വെറും 5 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ പ്രതിമയാണെന്ന് ഓർക്കണം. സ്റ്റീലും കോൺക്രീറ്റും വെങ്കലവും ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നു. പ്രതിമാ നിർമ്മാണത്തിനാവശ്യമായ സ്റ്റീൽ കണ്ടെത്തുന്നതിനായി ഗവൺമെന്റ് ഗുജറാത്തിലെ കർഷകരോട് ഒരു ആഹ്വാനം നടത്തിയിരുന്നു. തങ്ങളുടെ ഉപയോഗശൂന്യമായ കാർഷിക ഉപകരണങ്ങൾ പ്രതിമാ നിർമ്മാണത്തിനായി സംഭാവന ചെയ്യുക എന്നായിരുന്നു അഭ്യർത്ഥന. 2013 അഭ്യർത്ഥന നടത്തി 3 വർഷം കൊണ്ട് 135 മെട്രിക് ടൺ ഉരുക്ക് സ്ക്രാപ്പ് ശേഖരിക്കാൻ അവർക്കായി. അങ്ങനെ ഗുജറാത്തിലെ കർഷകരുടെ പങ്കാളിത്തവും ഈ പ്രതിമയുടെ നിർമ്മാണത്തിലുണ്ടെന്ന് പറയാം. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. പ്രതിമയുടെ അടിഭാഗത്ത് വലിയൊരു ഗാലറിയുണ്ട്. അകത്തുകൂടി വേണം മുകളിലുള്ള ഒബ്സർവേഷൻ ഡെക്കിലേക്ക് പോകാൻ. ഏതാണ്ട് 50 നില കെട്ടിടത്തിന്റെ ഉയരത്തിലാണ് ഒബ്സർവേഷൻ ഡെക്ക്. നേരത്തെ പുറത്തുനിന്ന് കണ്ട പട്ടേലിന്റെ നെഞ്ചിന്റെ ഭാഗത്തുള്ള ജാലകങ്ങൾ അവിടെയാണ്. ഇവിടെ പട്ടേലിന്റെ ശിരസ് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. പ്രതിമയിലെ ശിരസിന്റെ ഒരു ചെറു രൂപം. പ്രതിമയുടെ യഥാർത്ഥ തലയ്ക്ക് ഏതാണ്ട് 10 നില കെട്ടിടത്തിന്റെ ഉയരമുണ്ട്. നേരത്തെ പുറത്തുനിന്ന് കണ്ട പ്രതിമ നിൽക്കുന്ന പീഠത്തിന്റെ ഉൾഭാഗമാണ് ഇത്. ഒരു പടുകൂറ്റൻ കെട്ടിടം. ആ കെട്ടിടത്തിനകത്തുകൂടിയാണ് ഇപ്പോൾ നടക്കുന്നത്. പല പല വഴികൾ. ബൃഹത്തായ കെട്ടിടമൊന്നാകെ എയർ കണ്ടീഷൻ ചെയ്ത് നിർത്തിയിരിക്കുന്നു. വളരെ വൃത്തിയോടെ പരിപാലിക്കുന്നുണ്ട് എല്ലായിടവും. സന്ദർശകരും മാന്യത പുലർത്തുന്നു. ഇതിനകത്ത് ആരും മുറുക്കി തുപ്പുന്നില്ല. ചപ്പുചവറുകൾ വലിച്ചെറിയുന്നുമില്ല. പ്രൊഫഷണലി മാനേജ് ചെയ്യുന്ന ഒരിടം തന്നെയാണിത്. ലാർസൻ ആൻഡ് ടൂബ്രോ കമ്പനിക്കാണ് ഇതിന്റെയൊക്കെ പരിപാലന ചുമതല. അവർ ഏർപ്പെടുത്തിയ സ്വകാര്യ ഏജൻസികളാണ് ക്ലീനിംഗ് ഉൾപ്പെടെയുള്ള ജോലികൾ ചെയ്യുന്നത്. മധ്യത്തിൽ കാണുന്ന ഈ ടവറിനുള്ളിലാണ് ഒബ്സർവേഷൻ ഡെക്കിലേക്കുള്ള ലിഫ്റ്റ്. ഞാൻ നടക്കുന്നത് എക്സ്പ്രസ് എൻട്രിക്കാരുടെ ലിഫ്റ്റിലേക്കാണ്. അവിടെ വലിയ തിരക്കില്ല. പക്ഷേ ധാരാളം ആളുകൾ മുകളിൽ നിന്നും ലിഫ്റ്റിൽ മടങ്ങുന്നുണ്ട്. കുറച്ചാളുകൾ കയറി വരുന്നുമുണ്ട്. ലിഫ്റ്റിനകത്ത് ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രശസ്തമായ ശില്പങ്ങളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. അവയുടെ ഉയരവും. ലിഫ്റ്റിലുള്ള വിദേശികൾ അത് കണ്ട് അന്തം വിട്ടെന്നോണം നിൽക്കുകയാണ്. ഇന്ത്യയിലാണ് ലോകത്തെ ഏറ്റവും ഉയരമുള്ള പ്രതിമയുള്ളത് എന്ന കാര്യത്തിൽ സായിപ്പിന് വിശ്വാസം വരാത്തതുപോലെ. അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്ക് പട്ടേൽ പ്രതിമയുടെ 1/3 വലിപ്പമേയുള്ളൂ. ലിഫ്റ്റ് ഇറങ്ങി ഒബ്സർവേഷൻ ഡെക്കിലേക്കെത്തി. അത് തുറന്ന ഒരു ഭാഗമല്ല, ഗ്രില്ലിട്ടതുപോലെയുള്ള ഒരു സംവിധാനം. പട്ടേൽ പ്രതിമയുടെ നെഞ്ചിന്റെ ഭാഗത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ വലിയൊരു പൊത്തുള്ളതായി ദൂരെ നിൽക്കുമ്പോൾ തോന്നാൻ പാടില്ല. അതുകൊണ്ടാണ് തന്ത്രപരമായി ഇങ്ങനെയൊരു ഗ്രിൽ സ്ഥാപിച്ചിരിക്കുന്നത്. മറ്റൊരു കാഴ്ച പ്രതിമയുടെ ഉരുക്ക് ചട്ടക്കൂടാണ്. ഈ ഉരുക്ക് സ്ട്രക്ചറിന് പുറമെ വെങ്കലപ്പാളികൾ പതിച്ചാണ് പ്രതിമയുണ്ടാക്കിയിരിക്കുന്നത്. വലിയ ഓട്ടുപാളികൾ നട്ടും ബോൾട്ടും ഉപയോഗിച്ച് ഉരുക്ക് ചട്ടത്തിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്നു. പ്രതിമയുടെ അകം പൊള്ളയാണെങ്കിലും അതിഗംഭീരമായൊരു എഞ്ചിനീയറിംഗ് വർക്കാണിത്. താഴെ മുതൽ ഏതാണ്ട് 50 നില കെട്ടിടത്തിന്റെ ഉയരത്തിൽ ഉരുക്ക് ചട്ടക്കൂട് ഇവിടെ നിൽക്കുമ്പോൾ കാണാം. അതൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം. നമ്മുടെ കുട്ടികളെ ഇതൊക്കെ കൊണ്ടുവന്ന് കാണിക്കേണ്ടതുണ്ട്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ നിർബന്ധമായും കണ്ടിരിക്കണം. ഇന്ത്യയിൽ ഒരു മഹാനിർമ്മിതി എങ്ങനെയാണ് ഉയർന്നിരിക്കുന്നതെന്ന് ഈ ഭാഗത്തു നിൽക്കുമ്പോൾ വ്യക്തമായി കണ്ടുപഠിക്കാം. ഈ ചട്ടങ്ങളുടെ അളവിൽ ചെറിയൊരു വ്യത്യാസം വന്നാൽ പുറത്ത് പട്ടേലിന്റെ രൂപം തന്നെ മാറിപ്പോകും. ഉരുക്ക് സ്ട്രക്ചറാണ് പ്രതിമയുടെ രൂപത്തെ നിർണയിക്കുന്നത്. കൊടുങ്കാറ്റിലും തകർന്നു വീഴാതെ പ്രതിമയെ പിടിച്ചു നിർത്തുന്നതും ആ ചട്ടക്കൂട് തന്നെ. ഇതെല്ലാം ഓരോ ഇന്ത്യക്കാരനും നേരിൽ കണ്ട് അറിയേണ്ടതുണ്ട്. ആ കഴിവിനെ ആദരിക്കുക തന്നെ വേണം. ഇന്ത്യക്കാർ അവരുടെ ഭാവന കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും സാങ്കേതിക വിദ്യയിലെ പരിജ്ഞാനം കൊണ്ടും പടുത്തുയർത്തിയതാണിത്. ഇവിടെ മെക്കാനിക്കൽ ജാക്കുകൾ ഉപയോഗിച്ചാണ് ഇതിന്റെ ഓരോ ഭാഗങ്ങളെയും കണക്ട് ചെയ്തിരിക്കുന്നത്.
പുറം തകിടിനെ ഉരുക്ക് സ്ട്രക്ചറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന അനേകം ജാക്കുകൾ. പ്രതിമയുടെ രൂപത്തിനനുസരിച്ച് പുറം തകിടിൽ ഉയർച്ചയോ താഴ്ചയോ വരുത്തുന്നതിനു വേണ്ടിയാണ് ഇങ്ങനെ ജാക്കുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. താഴെ പരന്നൊഴുകുന്ന നർമ്മദാ നദി, അതിന്റെ ഇരുവശത്തും മലനിരകൾ. നല്ല ഒഴുക്കുണ്ട് നദിയിൽ. അതിവിടെ നിന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. അകലെ സർദാർ സരോവർ ഡാം, എത്രയോ വിവാദങ്ങൾ സൃഷ്ടിച്ച ഡാമാണത്. ഏതാണ്ട് അരനൂറ്റാണ്ടിലേറെക്കാലം വാർത്തകളിൽ നിറഞ്ഞു നിന്ന അണക്കെട്ട് 2017 അത് കമ്മീഷൻ ചെയ്തത്. താഴെ ഇക്കാണുന്ന നടപ്പന്തലുകളിലൂടെയാണ് ഞാൻ ഇവിടേക്ക് നടന്നു വന്നത്. നദീതീരം ഉദ്യാനങ്ങളും മറ്റു സംവിധാനങ്ങളുമായി മനോഹരമാക്കിയിട്ടിരിക്കുന്നു. വലിയ മലനിരകൾക്ക് നടുവിലാണ് സർദാർ സരോവർ ഡാം. സ്വച്ഛമായ പ്രകൃതി. ഈ പ്രതിമയിരിക്കുന്ന സ്ഥാനം എന്തുകൊണ്ടും നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. പട്ടണത്തിന്റെ കാഴ്ചകളോ വികലമായ കെട്ടിടങ്ങളോ ഒന്നും ഇവിടെ നിൽക്കുമ്പോൾ കാണില്ല. നദിയും സ്വച്ഛമായ പ്രകൃതിയുമാണ് കാഴ്ച. പട്ടേൽ പ്രതിമ സന്ദർശിക്കാനെത്തുന്ന എല്ലാവരും ഈ വ്യൂയിങ് ഗാലറിയിലേക്ക് വരാറില്ല. 150 രൂപയാണ് പട്ടേൽ പ്രതിമ സന്ദർശിക്കുന്നതിനുള്ള സാധാരണ ടിക്കറ്റ് നിരക്ക്. എന്നാൽ ഈ ഒബ്സർവേഷൻ ഡെക്കിലേക്ക് വരണമെങ്കിൽ 380 രൂപയുടെ മറ്റൊരു ടിക്കറ്റ് കൂടി എടുക്കണം. അതുകൊണ്ടാകാം സാധാരണക്കാരായ ടൂറിസ്റ്റുകൾ അധികമായി ഇവിടേക്ക് വരാത്തത്. ഇവിടെ വരുന്നവരെല്ലാം നല്ല മാന്യമായി പെരുമാറുന്നവരുമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാവാം ഇവിടമെല്ലാം വൃത്തിയോടെ കിടക്കുന്നത്. ഞാൻ തിരികെ ലിഫ്റ്റിലേക്ക് കയറി. എക്സ്പ്രസ് എൻട്രിക്കാരുടെ ലിഫ്റ്റാണ്. പെട്ടെന്ന് തന്നെ താഴെയെത്തി. ലിഫ്റ്റിൽ നിന്നും വീണ്ടും പുറത്തേക്ക്. അമേരിക്കയിലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗിന്റെയും ദുബായിലെ ബുർജ് ഖലീഫയുടെയും എല്ലാം മുകളിൽ ഞാൻ കയറിയിട്ടുണ്ട്. അതിനോടൊക്കെ കിടപിടിക്കുന്ന നിലവാരമാണ് ഇവിടെയുള്ളത്. കുട്ടികൾ വലിയ സംഘങ്ങളായി പ്രതിമയും മ്യൂസിയവും എല്ലാം കാണാനെത്തിയിരിക്കുന്നു. ഗുജറാത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളവരായിരിക്കണം. ഇവിടെ ഒരു ഭാഗം വലിയൊരു മ്യൂസിയമാണ്. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജീവിതവും സർദാർ സരോവറിന്റെ ചരിത്രവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ നാൾവഴികളും അതിൽ പട്ടേലിന്റെ പങ്കുമെല്ലാം വിവരിക്കുന്നുണ്ട്. ഫോട്ടോകളും വീഡിയോ പ്രസന്റേഷനും എഴുത്തുമെല്ലാമായി അതങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്നു. മ്യൂസിയത്തിലൂടെയും കെട്ടിടത്തിന്റെ താഴെ നിലയിലൂടെയുമൊക്കെ ഞാനൊന്ന് ചുറ്റി നടന്നു. ഇനി സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ ചുവട്ടിലേക്ക് പോകണം. പടവുകൾ കയറി ആ പ്രതിമയുടെ കാൽച്ചുവട്ടിൽ വരെ എത്താനാകും. അവിടേക്ക് നടക്കാൻ തീരുമാനിച്ചു. ഇടതുവശത്ത് കാണുന്ന വൃത്താകാരമുള്ള ഈ ഭാഗമാണ് പ്രതിമയുടെ കോൺക്രീറ്റ് ബേസ്. അതിന്മേലാണ് പ്രതിമ നിൽക്കുന്നത്. ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ് ഇതിന്റെ നിർമ്മിതി. അതീവ വലിപ്പമുള്ളൊരു പ്രതിമ ഉരുക്കു ചട്ടക്കൂടിൽ മാത്രം നിർമ്മിച്ചു എന്നത് അത്ഭുതമാണല്ലോ. ഈഫൽ ഗോപുരം നിർമ്മിച്ച ഗുസ്താഫ് ഈഫലാണ് ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്കുള്ള ചട്ടക്കൂട് പണിതത്. എന്നാൽ അതിന്റെ 6 ഇരട്ടിയിലധികം വരുന്ന പട്ടേൽ പ്രതിമയുടെ ചട്ടക്കൂട് പണിതതാരാണെന്ന് നമുക്കറിയില്ല. അതാണ് നമ്മുടെ പ്രശ്നവും. വിശാലമായ ഹാളിലൂടെ പുറത്തേക്ക് നടന്നു. ടൂറിസ്റ്റുകൾ ഇവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു കേന്ദ്രമായി സ്റ്റാച്യു ഓഫ് യൂണിറ്റി മാറിക്കഴിഞ്ഞു. പ്രതിദിനം 10,000 പേരെങ്കിലും സ്റ്റാച്യു ഓഫ് യൂണിറ്റി സന്ദർശിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ചില ദിവസങ്ങളിൽ സന്ദർശകരുടെ എണ്ണം 35,000 വരെ ഉയരാറുമുണ്ട്. ഉദ്ഘാടനം ചെയ്ത 2018 2 മാസം കൊണ്ട് 4.5 ലക്ഷം പേരാണ് ഇവിടം സന്ദർശിച്ചത്. 2022 44 ലക്ഷം ആളുകളാണ് ഇവിടെ എത്തിയത്. 2023 അത്ര തന്നെ ആളുകൾ വന്നു. നീണ്ട ക്യൂ ആണ് മുന്നിൽ. സന്ദർശകരൊന്നും എത്താതെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി പരിസരം പൊടിപിടിച്ചു കിടക്കുകയാണെന്ന് ഇടയ്ക്ക് ഞാൻ എവിടെയോ വായിച്ചിരുന്നു. അത് ഇവിടം സന്ദർശിക്കാത്ത ആരുടെയോ ഭാവനാ സൃഷ്ടിയാണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നു. ഞാൻ ആ അത്ഭുത നിർമ്മിതിയുടെ കാൽച്ചുവട്ടിലേക്ക് പോകാനായി എസ്കലേറ്ററിലേക്ക് കയറി. എല്ലാം ആധുനിക സംവിധാനങ്ങളാണ്. സന്ദർശകർക്ക് പരമാവധി സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. പടവുകൾ കയറി ക്ഷീണിക്കേണ്ട. എസ്കലേറ്ററിൽ പോകാം. വേണമെന്ന് വെച്ചാൽ ഇന്ത്യക്കാരന് ഇത്തരം നല്ല സംവിധാനങ്ങൾ ഒരുക്കി ലോകത്തെ ഞെട്ടിക്കാനാവുമെന്നതിന്റെ തെളിവാണ് ഇതെല്ലാം. ഇതാ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ. പ്രതിമയുടെ ചുവട്ടിൽ പലയിടത്തും വ്യൂ പോയിന്റുകളുണ്ട്. നർമ്മദയെ വിശാലതയിൽ കാണാവുന്ന ഇടങ്ങൾ. ഇതാണ് പ്രതിമ നിർമ്മിച്ച കാലത്ത് ഇവിടെ ഉണ്ടാക്കിയ പാലം, ഒരു സർവീസ് ബ്രിഡ്ജ്. ചുവന്ന ഗ്രാനൈറ്റ് കൊണ്ടാണ് പ്രതിമയ്ക്ക് താഴെയുള്ള കെട്ടിടവും മതിലുമെല്ലാം പൊതിഞ്ഞിരിക്കുന്നത്. ചുവപ്പ് ഗ്രാനൈറ്റിന്റെ നിർമ്മിതികൾ കാണാൻ തന്നെ പ്രത്യേകമായൊരു ചന്തമാണല്ലോ.
ഒരേ സമയം പല ഭാഗങ്ങളുടെ പണി നടന്നു എന്നതാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി നിർമ്മാണത്തിലെ ഒരത്ഭുതം. തൊഴിലാളികളെയും എഞ്ചിനീയർമാരെയും ഗ്രൂപ്പുകളാക്കി തിരിച്ച് അവർക്കെല്ലാം ഓരോ പ്രത്യേക ദൗത്യങ്ങൾ ഏൽപ്പിച്ചു. 5 വർഷം കൊണ്ട് ഇതിന്റെ നിർമ്മാണം പൂർത്തിയാകാനുള്ള ഒരു കാരണം അതുകൂടിയാണ്. ശിരസ് കാണാനാവാത്ത വിധം കൊടുമുടി പോലെ ഉയർന്നു നിൽക്കുന്ന പ്രതിമ. പുരാണ കഥകളിൽ വായിച്ചിട്ടുള്ള ആകാശമുട്ടുന്ന രൂപങ്ങൾ പോലെ ഒന്ന്. ഇപ്പോഴും ഞാൻ പ്രതിമയുടെ ഏറ്റവും ചുവട്ടിലേക്ക് എത്തിയിട്ടില്ല. ലില്ലിപുട്ടിലെ കൊച്ചുമനുഷ്യനായി ഗളിവറാകുന്ന പട്ടേലിന് ചുവട്ടിൽ ഞാൻ അങ്ങനെ നിന്നു. എസ്കലേറ്റർ ഇറങ്ങി ആ പ്രതിമയുടെ ചുവട്ടിലേക്ക് എത്തുമ്പോഴാണ് ഏറ്റവും അത്ഭുതം. 2 പാദങ്ങൾക്കിടയിലൂടെയാണ് ഈ മനുഷ്യർ നടന്നു പോകുന്നത്. ഞാനും ആ അത്ഭുതത്തിന്റെ ഏറ്റവും ചുവട്ടിലേക്ക് നടന്നു.